റീസെൻ്റായിട്ട് നടന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് ഡിഗ്രി ലെവൽ, പ്ലസ് ടു, 10th ഡിഗ്രി, പ്ലസ് ടു ലെവൽ, ഈ 3 ലെവലിലുള്ള എക്സാമുകൾക്കും ഈ ഒരു ക്വസ്റ്റ്യൻസുകൾ പ്രയോജനകരമാണ്. കൂടുതലും പ്ലസ് ടു ലെവലും ഡിഗ്രി ലെവലുമാണ് കൂടുതലും പ്രയോജനം. 10th ലെവലിന് അത്രയും ചോദിക്കത്തില്ല, അപ്പോൾ കുറച്ച് ടഫാണ്. ഒരു ഡിഗ്രി ലെവൽ കോമ്പറ്റീഷനുള്ള എല്ലാ എക്സാമിനേഷനും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വളരെയധികം പ്രയോജനകരമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും വിസ്തൃതമുള്ള കണ്ടൽ മേഖ. താഴെ തന്നിട്ടുള്ളവയിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായുള്ള കണ്ടൽ മേഖല ഏതാണ്? കുഞ്ഞിമംഗലമാണ് കേട്ടോ. കുഞ്ഞിമംഗലമാണ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള കണ്ടൽ മേഖല. ഏതാണ്? കുഞ്ഞിമംഗലം. കേരളത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള കണ്ടൽ മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കുഞ്ഞിമംഗലമാണ്. ഓക്കെ, കുഞ്ഞിമംഗലം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, വടക്കു കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം. വടക്കു കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം ഏതാണ്? ഗോരഖ്പൂർ ആണ് കേട്ടോ. ഗോരഖ്പൂറാണ് വടക്കു കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം. ഏതാണ്? ഗോരഖ്പൂർ. ഗോരഖ്പൂറാണ് വടക്കു കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം. ആണേ. കേരളത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള കണ്ടൽ മേഖല കുഞ്ഞിമംഗലം, വടക്കു കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം ഗോരഖ്പൂർ. ഇനി അടുത്ത നോക്കാം. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ സിറ്റി എന്നറിയപ്പെടുന്ന വ്യവസായ കേന്ദ്രം. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ സിറ്റി. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ സിറ്റി എന്നറിയപ്പെടുന്ന വ്യവസായ കേന്ദ്രം ഏതാണ്? അഹമ്മദാബാദാണ് കേട്ടോ. അഹമ്മദാബാദാണ് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ സിറ്റി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ സിറ്റി എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദാണ്. നെക്സ്റ്റ്, രഞ്ജിത്ത് സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? രഞ്ജിത്ത് സാഗർ അണക്കെട്ട്. രഞ്ജിത്ത് സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? രവി നദിയിലാണ് കേട്ടോ. രവി നദിയിലാണ് രഞ്ജിത്ത് സാഗർ അണക്കെട്ട്. ഓർത്തു കരാര, രഞ്ജിത്ത് സാഗർ, രവി നദി. താഴെ തന്നിട്ടുള്ളവയിൽ ഖാരിഫ് വിള അല്ലാത്തത് ഏത്? ഖാരിഫ് വിള അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നെല്ല്, ഗോതമ്പ്, അതുപോലെ തന്നെ നെല്ല്, പരുത്തി, കരിമ്പ്. നെല്ല്, പരുത്തി, കരിമ്പ് ഇതൊക്കെ ഏതാണ്? ഖാരിഫ് വിളകളാണ് കേട്ടോ. ഇത് ഈ ഖാരിഫ് വിള ഇല്ലാത്തത് ഏതാണ്? ഗോതമ്പാണ് കേട്ടോ. ഗോതമ്പാണ് ഖാരിഫ് വിള അല്ലാത്തത്. നെല്ല്, പരുത്തി, കരിമ്പ് ഇതൊക്കെ എന്താണ്? ഖാരിഫ് വിളയ്ക്ക് എക്സാമ്പിളാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും അധികം ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് കേട്ടോ. മധ്യപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ദേശീയോദ്യാനങ്ങൾ ഉള്ളത്. ഇനി കുളു, സ്പിതി എന്നീ താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കുളു, സ്പിതി എന്നീ താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണെന്ന് ആൻസർ റോഹ്താങ് ചുരമാണ് കേട്ടോ. റോഹ്താങ് ചുരം. റോഹ്താങ് ചുരമാണ് കുളു, സ്പിതി എന്നീ താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഏതാണ്? റോഹ്താങ് ചുരം. ഓക്കെ, ചുരങ്ങൾ മിക്കവാറും ചോദിച്ചു വരുന്ന ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ടുള്ള എല്ലാ എക്സാമിനേഷനുകളും ചുരത്തിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ഇന്ത്യൻ ഭൂപ്രകൃതിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചുരങ്ങളും ഒക്കെ പഠിക്കുന്നതാണ്. ഓക്കെ, അത് സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ് നാഥുല ചുരം. കഴിഞ്ഞ ഒരു PSCയുടെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നാഥുല ചുരം ഏതിനെയൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് കുളു, സ്പിതി എന്നീ താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? അത് റോഹ്താങ് ചുരമാണ് കേട്ടോ. റോഹ്താങ് ചുരം. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് നിക്ഷേപമുള്ള രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് നിക്ഷേപമുള്ള രാജ്യം ഏതാണ്? അത് ഓസ്ട്രേലിയ ആണ് കേട്ടോ. ഓസ്ട്രേലിയയിലാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് നിക്ഷേപം ഉള്ളത്.
ഇനി ഇന്തോനേഷ്യയിൽ മാറ്റക്കൃഷി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇന്തോനേഷ്യയിൽ മാറ്റക്കൃഷി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അവിടെ നിൽക്കട്ടെ. ഓക്കെ, നമുക്ക് ആ ഒരു മാറ്റക്കൃഷിയുടെ പേരിൽ അത് ലാസ്റ്റ് ഒന്നും കൂടെ ഞാൻ റിവൈസ് ചെയ്ത് പറയാവേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശൈത്യകാലത്ത് മാത്രം മഴ ലഭിക്കുന്ന കാലാവസ്ഥാ മേഖല. ശൈത്യകാലത്ത് മാത്രം മഴ ലഭിക്കുന്ന കാലാവസ്ഥാ മേഖല ഏതാണ്? ഉഷ്ണമേഖല സാവന്നയാണ് കേട്ടോ. ഉഷ്ണമേഖല സാവന്നയിലാണ് ശൈത്യകാലത്ത് മാത്രം മഴ ലഭിക്കുന്ന കാലാവസ്ഥ. ശൈത്യകാലത്ത് മാത്രമാണ് ഉഷ്ണമേഖല സാവന്നയിൽ മഴ ലഭിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന ജോഡികൾ പൊരുത്തപ്പെടുക. നമുക്ക് ചേരുംപടിയാണ് കേട്ടോ. ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യന്. അപ്പം നമുക്ക് നോക്കാം. ദ്രവീകരണം, ഓക്സിഡേഷൻ, കാർബണേഷൻ, ജലവിശ്ലേഷണം. ബിയിൽ ഓക്സൈഡുകൾ രൂപപ്പെടുന്നതിന് അന്തരീക്ഷ ഓക്സിജൻ്റെ പ്രതിപ്രവർത്തനമാണിത്. ധാതുക്കളുമായുള്ള കാർബണേറ്റ് അല്ലെങ്കിൽ ബൈകാർബണേറ്റ് അയോണുകളുടെ പ്രതിപ്രവർത്തനമാണിത്. ജലം ശിലകളിലെ ധാതുക്കളുമായി പ്രവർത്തിച്ച് പുതിയ ധാതുക്കൾ രൂപീകരിക്കുന്നു. ഇത് ശിലകളെ ദുർബലപ്പെടുത്തുന്നു. ഇത് പാറകളിൽ നിന്ന് ലയിക്കുന്ന കണികളെയും ധാതുക്കളെയും ലയിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ തമ്മിൽ ചേരുംപടി ചേർക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതൊക്കെ കണ്ടുപിടിക്കാം. എന്താണ്? ഓക്സിഡേഷൻ കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്തോ ഓക്സൈഡുകളുടെ രൂപപ്പെടുത്തുന്നതിന് അന്തരീക്ഷ ഓക്സിജൻ്റെ പ്രതിപ്രവർത്തനമാണിത്. ഓക്കെ, ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ് കാർബണൈസേഷൻ. അല്ലേ? കാർബണൈസേഷൻ ഏതാണ് വരുന്നത്? ധാതുക്കളുമായുള്ള കാർബണേറ്റ് അല്ലെങ്കിൽ ബൈകാർബണേറ്റ് അയോണുകളുടെ പ്രതിപ്രവർത്തനമാണിത്. ഇനിയുള്ളത് ദ്രവീകരണവും ജലവിശ്ലേഷണവുമാണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ജലവിശ്ലേഷണം നോക്കേ. ജലം ശിലകളിലെ ധാതുക്കളുമായി പ്രവർത്തിച്ച് പുതിയ ധാതുക്കൾ രൂപീകരിക്കുന്നു. ഇത് ശിലകളെ ദുർബലപ്പെടുത്തുന്നു എന്നുള്ളതാണ് ജലവിശ്ലേഷണം. അപ്പം ഓട്ടോമാറ്റിക്കലി ദ്രവീകരണം ഏതാണ്? പാറകളിൽ നിന്നും ലയിക്കുന്ന കണികളുടെ ധാതുക്കളുടെയും ലയിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഇതാണ്. ഓക്കെ, ക്ലിയർ ആയേ? അപ്പോൾ ഇത് ഓക്സിഡേഷൻ എന്താണ്, കാർബണൈസേഷൻ എന്താണ്, ദ്രവീകരണം എന്താണ്, ജലവിശ്ലേഷണം എന്താണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ഡിഗ്രി ലെവലിലൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് വരുന്നത്. നല്ലൊന്ന് വായിച്ചു പോകുന്നത് നല്ലതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആഗ്നേയശിലകളെക്കുറിച്ചാണ് കേട്ടോ. ആഗ്നേയശിലകൾ. ഓക്കെ, ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടുന്നതിനാലാണ് ആഗ്നേയശിലകൾ രൂപപ്പെടുന്നത്. അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടുന്നതിനാലാണ് ആഗ്നേയശിലകൾ രൂപപ്പെടുന്നത്. ശരിയാണല്ലോ. മാഗ്മ അല്ലെങ്കിൽ ലാവയുടെ ഖരീകരണത്തിലൂടെയാണ് ആഗ്നേയശിലകൾ രൂപപ്പെടുന്നതാണോ? ഖരീകരണത്തിലൂടെയാണോ? അല്ല, പ്രസ്താവന തെറ്റാണ്. ആഗ്നേയശിലകൾ തരി രൂപത്തിലുള്ളതോ പരൽ രൂപത്തിലുള്ളതോ ആയ പാറകളാണ്. അതും തെറ്റാണ്. ആഗ്നേയശിലകൾക്ക് സ്ട്രാറ്റുകളോ പാളികളോ ഉണ്ട്. ആണോ? പാളികളായിട്ടാണോ കാണപ്പെടുന്നത്? അല്ല. അപ്പം ഏതാണ്? ഒന്ന് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് കേട്ടോ. ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടുന്നത് മൂലമാണ് ആഗ്നേയശിലകൾ രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്തത് ഒരു ചേരുംപടിയാണ്. നമുക്ക് നോക്കാം. ബാരോസ്ഫിയർ, പൈറോസ്ഫിയർ, ലിത്തോസ്ഫിയർ, എസ്തനോസ്ഫിയർ. അല്ലേ? നമ്മൾ കേട്ടിട്ടുള്ള രണ്ടെന്ന് പറയുന്നത് ലിത്തോസ്ഫിയറും എസ്തനോസ്ഫിയറും ആയിരിക്കും. ഈ ബാരോസ്ഫിയർ, പൈറോസ്ഫിയർ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്നവരായിരിക്കും കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത്. അല്ലേ? നമുക്ക് എന്നാലും ഒന്ന് ചേരുംപടി നമുക്ക് നോക്കാം. ആൻസറിലോട്ട് എത്താൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. നമുക്കറിയാവുന്ന ഏതാണ്? ലിത്തോസ്ഫിയർ ഉണ്ട് അല്ലേ?
ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഏതാണ്? അക്ഷരാർത്ഥത്തിൽ പാറഗോളത്തെ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് ഭൂഖണ്ഡത്തിൻ്റെ കരഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നു ആണല്ലോ. പിന്നെ എസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ലിത്തോസ്ഫിയറിന് താഴെയായിട്ട് 80 മുതൽ 200 കിലോമീറ്റർ വരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് എസ്തനോസ്ഫിയർ. ഇനിയുള്ളത് രണ്ട് കാര്യങ്ങളാണിത്. ഇത് ഭൂമിയുടെ ഉൾഭാഗത്തിലെ അകത്തെ മേഖലയെ പ്രതിനിധീകരിക്കുന്നു. 2800 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഇത് ഭൂമിയുടെ മധ്യമേഖലയാണ്. ശരാശരി സാന്ദ്രത 5.6 ആണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വരുന്നത് ബാരിസ്ഫിയർ ആണ് ഉൾഭാഗത്തിൻ്റെ അകത്തെ മേഖലയെ പ്രതിനിധീകരിക്കുന്നതും. പൈറോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമിയുടെ മധ്യമേഖലയാണ് കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പ്രധാനമായിട്ട് ഇമ്പോർട്ടൻ്റ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ടത് നമുക്ക് പോയിട്ട് ലിത്തോസ്ഫിയറും എസ്തനോസ്ഫിയറും എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ പാറഗോളത്തെ എന്നാണ് അർത്ഥമാക്കുന്നതും ഇത് ഖരഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അതുപോലെ എസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ലിത്തോസ്ഫിയറിന് താഴെയായിട്ട് 80 തൊട്ട് 200 കിലോമീറ്റർ വരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് എസ്തനോസ്ഫിയർ. ക്ലിയർ ആയേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഇന്ത്യയുടെ മധ്യരേഖയിൽ, അതായത് 82.5 ഡിഗ്രി ഈസ്റ്റ് IST കണക്കാക്കുന്നു. ശരിയാണല്ലോ. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം അല്ലേ? ആണല്ലോ. അല്ലെങ്കിൽ കിഴക്ക് രേഖയിലാണല്ലോ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഇന്ത്യയുടെ മധ്യ അക്ഷാംശത്തിൽ 23.5 ഡിഗ്രി ഈസ്റ്റ് IST കണക്കാക്കുന്നത് തെറ്റാണ്. കാരണം ആദ്യത്തെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ സെക്കൻഡ് പോയിൻ്റ് തെറ്റാണ്. GMTയിൽ നിന്ന് 4.30 മണിക്കൂർ മുന്നിലാണ് IST. 7 ഡിഗ്രി 30 മിനിറ്റിൽ അല്ലെങ്കിൽ 30 മിനിറ്റിൻ്റെ ഗുണിതങ്ങളായിട്ടാണ് IST കണക്കാക്കുന്നത്. അപ്പം ഇവിടെ നാലാമത് ശരിയാണ്. അപ്പം നമുക്ക് വേണ്ട പോയിന്റുകൾ ഇത്രയൊന്നും ഓർത്താൽ മതി. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തെപ്പറ്റി നമുക്ക് ചോദിക്കാൻ പറ്റുന്ന പോയിന്റുകളാണ്. ഇന്ത്യയുടെ മധ്യരേഖയിൽ 82.5 ഡിഗ്രി ഈസ്റ്റ് IST കണക്കാക്കുന്നു എന്നുള്ളതും, പിന്നെ 7 ഡിഗ്രി 30 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റിൻ്റെ ഗുണിതങ്ങളായിട്ടായിരിക്കും IST കണക്കാക്കുന്നു എന്നുള്ളതും. ഈ 2 പോയിൻ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. 2 പോയിന്റുകൾ മാത്രം മതി. ബാക്കിയുള്ള പോയിന്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും നമുക്ക് വേണ്ട കാര്യമില്ല. നമുക്ക് +2 ലെവലൊക്കെ വരുമ്പം ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞു വെച്ചിരുന്നാൽ മതി കേട്ടോ. നെക്സ്റ്റ്, G20 രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരി ഉത്തരം കണ്ടെത്തുക. G20 ഒക്കെ ചോദിക്കുന്നതാണ്. നമുക്ക് +2 ലെവലിലും കണ്ടുവരുന്നിട്ടുള്ളതാണ് കേട്ടോ. 10th ലെവലിൽ വരെ ചോദിച്ചിട്ടുണ്ട്. G20 ഉച്ചകോടി നടന്ന എവിടെയെന്നൊക്കെയുള്ള. ഇപ്പം നമുക്ക് നോക്കാം. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അന്തർദേശീയ സാമ്പത്തിക ധനകാര്യ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ധനമന്ത്രിമാർക്കും സെൻട്രൽ ബാങ്ക് ഗവർണർക്കും ഒരു വേദി എന്ന നിലയിലാണ് G20 ഗ്രൂപ്പ് ആദ്യമായി സ്ഥാപിക്കപ്പെട്ടത്. ശരിയാണ്. അതായത് മൊത്തത്തിലുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി ആരൊക്കെയായിരിക്കും ചർച്ച ചെയ്യുന്നത്? അത് മെയിനായിട്ട് സെൻട്രൽ ബാങ്ക് ഗവർണറും ധനമന്ത്രിയും കൂടെ, അവർക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളുടെയും കാര്യങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദി എന്ന നിലയിലാണ് G20 ഗ്രൂപ്പ് ആദ്യമായിട്ട് സ്ഥാപിതമായത്. ഈ ഒരു ഗ്രൂപ്പിന് സ്ഥിരമായ ഒരു സെക്രട്ടേറിയറ്റ് ഇല്ല. കൂടാതെ മുൻപും നിലവിലുള്ളതും ഭാവിയിലെയും പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ട്രോയ്ക്ക എന്നറിയപ്പെടുന്ന 3 അംഗരാജ്യങ്ങളുടെ പിന്തുണയിലാണ് ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. അതും ശരിയാണ് കേട്ടോ. ഇതിന് പ്രത്യേകത്തിൽ ഒരു സെക്രട്ടേറിയറ്റ് ഇല്ല. G20 ഉച്ചകോടി പല രാജ്യങ്ങളിലായിട്ടായിരിക്കും കൂടുന്നത്. അപ്പോൾ ഇതിന് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന 3 അംഗരാജ്യങ്ങളുണ്ട്. അപ്പോൾ ഈ 3 അംഗരാജ്യങ്ങൾ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ G20 ഉച്ചകോടിയിൽ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത്. അപ്പോൾ ഇതിനറിയപ്പെടുന്ന ട്രോയ്ക്ക എന്നാണ് കേട്ടോ. ട്രോയ്ക്ക. ഇനി
ആഫ്രിക്കൻ യൂണിയൻ G20-യിൽ സ്ഥിരാംഗത്വം നൽകണമെന്ന നിർദ്ദേശം ഇന്ത്യ മുന്നോട്ട് വെച്ചു. എല്ലാ അംഗങ്ങളുടെയും ഏകകണ്ഠേയ പിന്തുണ ഈ നിർദ്ദേശം ലഭിച്ചതിനാൽ ആഫ്രിക്കൻ യൂണിയന് G20-യിൽ സ്ഥിര അംഗത്വം നൽകുകയും ചെയ്തു. ശരിയാണ്. അപ്പോൾ ആഫ്രിക്കൻ യൂണിയനെ G20-യിൽ സ്ഥിര അംഗത്വം നൽകാൻ വേണ്ടി ശുപാർശ ചെയ്ത രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. അപ്പോൾ ഇത് മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കുകയും G20-യിൽ ആഫ്രിക്കൻ യൂണിയന് സ്ഥിരാംഗത്വം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 3 പോയിന്റുകൾ G20-യുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കണേ. പിന്നെ G20 ആയിട്ടുള്ള ഇതാണ് G20-യിലെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന അറിയപ്പെടുന്ന 3 പേരെന്തുവാണ്? ട്രോയ്ക്ക എന്നാണ് കേട്ടോ. ട്രോയ്ക്ക് 3 രാജ്യങ്ങളാണ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ശരിയല്ലാത്ത പ്രസ്താവനയാണ്. UN സെക്യൂരിറ്റി കൗൺസിലിലെ അസ്ഥിര അംഗങ്ങളുടെ കാലാവധി 2 വർഷമാണ്. ശരിയാണ്. അതായത് സ്ഥിര അംഗങ്ങളുടെ അല്ല, സ്ഥിരമല്ലാത്ത അംഗങ്ങളുടെ കാലാവധി, ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിരമല്ലാത്ത അംഗങ്ങളുടെ കാലാവധി 2 വർഷമാണ്. അന്തർദേശീയ നീതിന്യായ കോടതിയുടെ ആസ്ഥാനം നെതർലാൻഡിലെ ഹേഗാണ്. ശരിയാണല്ലോ. അന്തർദേശീയ നീതിന്യായ കോടതിയുടെ ആസ്ഥാനം നെതർലാൻഡിലെ ഹേഗാണ്. പഠനത്തിനായി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകുന്നതുൾപ്പെടെ വ്യക്തികൾ, കമ്പനികൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് UNDP സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്നു. ഇത് തെറ്റാണ്. UNDP സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്നുണ്ടോ? ഇല്ല, ഈ ഒരു പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ആൻസറായിട്ട് വരുന്ന ഏതാണ്? D ആണ് കേട്ടോ. ഓക്കെ. പക്ഷേ നമ്മൾ ഈ 2 പോയിന്റുകളൊന്നും പറയുന്നത് ഐക്യരാഷ്ട്രസഭയായിട്ട് ബന്ധപ്പെട്ടതാണ്. അസ്ഥിര അംഗങ്ങളുടെ കാലാവധി 2 വർഷമാണ്. നീതിന്യായ കോടതിയുടെ ആസ്ഥാനം നെതർലാൻഡിലെ ഹേഗാണ്. അതുപോലെ UNDP അല്ല സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകുന്നത് എന്നുള്ളത് എഡ്യൂക്കേഷന് വേണ്ടിയും കമ്പനിക്കുള്ള സ്കോളർഷിപ്പ് എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ്, ഒരു ഭരണാധികാരി സിംഹത്തെ പോലെ ശക്തനും കുറുക്കനെ പോലെ കൗശലക്കാരനുമായിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത്. ഈ ഒരു പ്രസ്താവന, ഒരു ഭരണാധികാരി എന്ന് പറയുന്നത് സിംഹത്തെ പോലെ ശക്തനും കുറുക്കനെ പോലെ കൗശലക്കാരനുമായിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടതാണ് നിക്കോളോ മാക്കിയവെല്ലിയാണ് കേട്ടോ. നിക്കോളോ മാക്കിയവെല്ലിയാണ്. ഓക്കെ. നിക്കോളോ മാക്കിയവെല്ലിയുടെ അഭിപ്രായമാണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇന്ത്യൻ രാഷ്ട്ര നിർദ്ദേശ തത്വങ്ങളിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന സാമൂഹിക സാമ്പത്തിക നീതിയുടെ സത്തയെ ഏറ്റവും നേരിട്ട് ഉൾക്കൊള്ളാവുന്ന ആർട്ടിക്കിൾ ഏതാണ്? ചോദ്യം നോക്കണേ. ഇന്ത്യൻ രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങളിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന സാമൂഹിക സാമ്പത്തിക നീതിയുടെ സത്തയെ ഏറ്റവും നേരിട്ട് ഉൾക്കൊള്ളാവുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആർട്ടിക്കിൾ 38 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 38 ഇന്ത്യൻ രാഷ്ട്ര നിർദ്ദേശ തത്വങ്ങളിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ വിഭാവനം ചെയ്ത സാമൂഹിക സാമ്പത്തിക നീതിയുടെ സത്തയെ ഏറ്റവും നേരിട്ട് ഉൾക്കൊള്ളാവുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 38. ക്ലിയറായേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം സമ്പത്തിൻ്റെ കേന്ദ്രീകരണം ഇവയെ ലംഘിക്കുന്നു. ഏതിനെയാണ്? സമ്പത്തിൻ്റെ കേന്ദ്രീകരണം ഏതിനെയാണ് ലംഘിക്കുന്നത്? സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളെ, സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളെയാണ് ലംഘിക്കുന്നത് കേട്ടോ. സമ്പത്തിൻ്റെ കേന്ദ്രീകരണം സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളെ ലംഘിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അധികാരങ്ങളുടെ സ്വഭാവത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നത്? ഓക്കെ. രാഷ്ട്രപതിയുടെ അധികാരങ്ങളുടെ സ്വഭാവത്തെ യഥാർത്ഥവും ജനപ്രിയവുമാം നാമമാത്രവും നിയമപ്രകാരവും. ഇപ്പം രാഷ്ട്രപതിയുടെ അധികാരം നാമമാത്രമാണ്, നിയമപ്രകാരവുമാണ്. രാഷ്ട്രീയവും നാമമാത്രവും തെറ്റാണ്. ഭരണഘടനാപരവും നാമമാത്രവും അത് ശരിയാണ്. അപ്പോൾ 2ഉം 4ഉമാണ് ഇവിടുത്തെ ആൻസർ.
അപ്പോൾ ഒരു രാഷ്ട്രപതിയുടെ അധികാരം എന്ന് പറയുന്ന നാമമാത്രമാണ്, നിയമപ്രകാരമാണ്, ഭരണഘടനാപരവുമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരി ഏത്? ഇന്ത്യൻ ഉപരാഷ്ട്രപതി. രാജ്യസഭാ ചെയർമാനെ രാജ്യസഭയാണ് തിരഞ്ഞെടുക്കുന്നത്. തെറ്റാണ്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെ അധ്യക്ഷൻ രാജ്യസഭാ ചെയർമാനാണ്. തെറ്റാണ്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ട്രൽ കോളേജ് രാഷ്ട്രപതിയുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് ശരിയാണ്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജ്, അപ്പോൾ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാ? ഇലക്ട്രൽ കോളേജാണ് കേട്ടോ. അപ്പോൾ അത് രാഷ്ട്രപതിയുടെ ഇതിൽ നിന്ന് വ്യത്യസ്തവുമാണ്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയും, പക്ഷേ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. ഈ പ്രസ്താവനയും തെറ്റാണ് കേട്ടോ. സോ ആൻസർ എന്ന് പറയുന്നത് സി മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കേ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് വേറെ കുറച്ച് പോയിന്റുകളൊന്നും ഓർത്തിരിക്കണം. അപ്പോൾ രാജ്യസഭാ ചെയർമാൻ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജാണ്. ഈ ഇലക്ട്രൽ കോളേജ് രാഷ്ട്രപതിയിൽ നിന്ന് തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമാണ് കേട്ടോ. ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. കഴിയത്തില്ല. പക്ഷേ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീതി ആയോഗിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയേത്? നീതി ആയോഗ്. പ്ലാനിംഗ് കമ്മീഷനെ പോലെ സംസ്ഥാനങ്ങൾക്ക് ധനം നൽകാനുള്ള അധികാരമുണ്ട്? ഉണ്ടോ? ഇല്ല. അനുച്ഛേദം 280 പ്രകാരമാണ് ഭരണഘടനാപരമായ സ്ഥാപനമാണ്. തെറ്റ്. സാമ്പത്തിക നയം നടപ്പാക്കുന്നത് അതിൻ്റെ ഉത്തരവാദിത്തമാണ്. അതും തെറ്റ്. സർക്കാർ നയങ്ങൾ രൂപീകരിക്കാൻ പ്രവർത്തിക്കുന്ന ചിന്താശക്തി കേന്ദ്രവും ഉപദേശക സമിതിയുമാണ് നീതി ആയോഗ്. അതാണ് ശരി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സാമൂഹിക സൂചികൾ, അതായത് സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്. കേരള മോഡലിൻ്റെ പ്രധാന നേട്ടം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓക്കെ, സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്. ഇന്ത്യയിലെ ഉയർന്ന തരത്തിലുള്ള മാനവ വികസന സൂചിക സ്കോറുകൾ ഏതാണ്? ഇന്ത്യയിലെ ഉയർന്ന തരത്തിലുള്ള മാനവ വികസന സൂചിക സ്കോറുകളാണ് സോഷ്യൽ ഇൻഡിക്കേറ്റർ സംബന്ധിച്ചുള്ള കേരള മോഡലിൻ്റെ പ്രധാന നേട്ടം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന രാജ്യങ്ങളെ മനുഷ്യ വികസന സൂചിക മൂല്യം ഏറ്റവും കൂടുതലിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമപ്പെടുത്തുക എന്നാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ HDI ഏറ്റവും കൂടുതലുള്ളത് നോർവേ ആണ്, ഏറ്റവും കുറവ് ഇന്ത്യക്ക് കേട്ടോ. ഓപ്ഷൻ എ ആണ്. നോർവേ, ജപ്പാൻ, ചൈന, ഇന്ത്യ എന്നാണ് വരുന്നത് HDI സൂചിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സുസ്ഥിര വികസനം എന്ന ആശയത്തിന് ഇന്ത്യയിൽ പ്രാധാന്യമുള്ളത് എന്തുകൊണ്ട്? സുസ്ഥിര വികസനം എന്ന ആശയത്തിന് പ്രകൃതി വിഭവങ്ങളുടെ ദ്രുതക്ഷയം, ഉയരുന്ന ജനസംഖ്യാ സമ്മർദ്ദം, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത, ഇതെല്ലാം വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. GDPയുമായിട്ട് ബന്ധപ്പെട്ട GDP സംഭാവന വർഷങ്ങളായി കുറയുമ്പോഴും തൊഴിലാളികളുടെ വലിയൊരു ശതമാനം ഇപ്പോഴും കൃഷിയെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ഈ സാഹചര്യം പ്രധാനമായും എന്തിനെ സൂചിപ്പിക്കുന്നു? കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത കുറഞ്ഞതിനാൽ മറഞ്ഞ തൊഴിലില്ലായ്മ. കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത കുറഞ്ഞതിനാൽ മറഞ്ഞ തൊഴിലില്ലായ്മ കൂടുതലാണെന്നുള്ളതാണ് കേട്ടോ. കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമ കുറയുകയും അതുകൊണ്ട് തന്നെ മറഞ്ഞ തൊഴിലില്ലായ്മ കൂടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പോഴും കൃഷിയെ തന്നെ ആശ്രയിക്കുന്നത് വലിയൊരു ശതമാനം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭാരതത്തിലെ വരുമാന അസമത്വം വർദ്ധിക്കുന്നത് പ്രധാനമായും ഏത് കാരണത്തിലാണ്? വരുമാന അസമത്വം. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച സമാനമായി വിതരണം ചെയ്യപ്പെടാത്തത്,
സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച സമാനമായിട്ട് വിതരണം ചെയ്യപ്പെടാത്തതുകൊണ്ടാണ് വരുമാന അസമത്വം ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശിവരാമൻ സമിതി ശുപാർശ പ്രകാരം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിന് അവാർഡ് സ്ഥാപിതമായ കമ്മിറ്റിയാണ് ശിവരാമൻ സമിതി. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് വന്നതെന്നാണ് ചോദ്യം. ഏത് പഞ്ചവത്സര പദ്ധതി? 6ാം പഞ്ചവത്സര പദ്ധതി കാലമാണ്. 1980-85 6ാം പഞ്ചവത്സര പദ്ധതി പ്രകാരമാണ് ശിവരാമൻ സമിതി ശുപാർശ ചെയ്ത നബാർഡ് വന്നത്. ഓക്കെ, 6ാം പഞ്ചവത്സര പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. RBI കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? RBI കുറിച്ച് ധനനയ രൂപീകരണം നടപ്പാക്കലും ശരിയാണ്. 1999 വിദേശ നാണയ മാനേജ്മെൻറ്റ് ആക്ട് കൈകാര്യം ചെയ്യുക, അതും ശരിയാണ്. കറൻസി നോട്ടുകൾ മാറ്റി നശിപ്പിക്കുന്നു, ശരിയാണ്. സുരക്ഷിതവും കാര്യക്ഷമവുമായ പേയ്മെൻറ്റ് സംവിധാനങ്ങളുടെ ആമുഖവും നവീകരണവും. അപ്പോൾ ഇതെല്ലാം RBIയുടെ മേൽപ്പറഞ്ഞവയെല്ലാം RBIയുടെ പ്രസ്താവനകളാണ് കേട്ടോ. ധനനയ രൂപീകരണം നടപ്പാക്കുന്നു, 1999 വിദേശ നാണയ മാനേജ്മെൻറ്റ് ആക്ട് കൈകാര്യം ചെയ്യുന്നു, കറൻസി നോട്ടുകൾ മാറ്റി നശിപ്പിക്കുന്നു, സുരക്ഷിതവും കാര്യക്ഷമവുമായ പേയ്മെൻറ്റ് സംവിധാനങ്ങളുടെ ആമുഖവും നവീകരണവും നടത്തുന്നു. ആണല്ലോ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഓർത്ത് വെച്ച് പഠിക്കണം. RBIയെ കുറിച്ച് അല്ലെങ്കിൽ RBIയുടെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ്. ഏത് നിയമപ്രകാരമാണ് ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിക്കുന്നത്? ഏത് നിയമപ്രകാരമാണ്? റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് 1976 റീജിയണൽ റൂറൽ ആക്ട് പ്രകാരമാണ് ഗ്രാമീണ ബാങ്കുകൾ രൂപീകരിക്കുന്നത്. 1976 റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് പ്രകാരമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നതിൽ സത്യമല്ലാത്ത ഐഡൻറ്റിറ്റി, അതായത് തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. തെറ്റായത് ഏത്? അത് വേറെ രീതിയിൽ ചോദിച്ചതേ ഉള്ളൂ. സത്യമല്ലാത്ത ഐഡൻറ്റിറ്റി എന്നാണ്. തെറ്റായത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വിപണി വിലയിൽ GDP എന്ന് പറയുന്നത് മൊത്തം മൂല്യവർദ്ധിതം പ്ലസ് പരോക്ഷ നികുതികൾ മൈനസ് സബ്സിഡികൾ, ശരിയാണല്ലോ. നികുതി വിലയിലെ GDP കണ്ടുപിടിക്കുന്നത് മൊത്തം മൂല്യവർദ്ധിതത്തിന് പരോക്ഷ നികുതികളിലൂടെ കൂട്ടിയിട്ട് അതിനെ സബ്സിഡിയായി കുറച്ചാൽ മതി. GDP ഫാക്ടർ പോസ്റ്റ് കണ്ടുപിടിക്കുന്നതോ വിപണി വിലയിലെ GDPയിൽ നിന്ന് പരോക്ഷ നികുതികൾ കുറയ്ക്കുക, അതിനെ സബ്സിഡിയുമായിട്ട് കൂട്ടുക, അതും ശരിയാണ്. ഇനി NDP കണ്ടുപിടിക്കുന്നത് GDP മൈനസ് സ്ഥിര മൂലധന ഉപഭോഗം, അതും ശരിയാണ്. മൊത്തം മൂല്യവർദ്ധനവ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പ്ലസ് ഇൻ്റർമീഡിയറ്റ് ഉപഭോഗം. ഇതാണ് ഇവിടെ തെറ്റായിട്ടുള്ള ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നു ഓപ്ഷൻ D ഈസ് എ റൈറ്റ് ആൻസർ കേട്ടോ. പക്ഷെ ബാക്കി 3 ഇക്വേഷനുകൾ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ. വിപണി വിലയിലെ GDP എന്ന് പറയുന്നത് മൊത്തം മൂല്യവർദ്ധിതം പ്ലസ് പരോക്ഷ നികുതി മൈനസ് സബ്സിഡിയും, GDP ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്ന വിപണി വിലയിലെ GDP മൈനസ് പരോക്ഷ നികുതികൾ പ്ലസ് സബ്സിഡി. ഓക്കെ. NDP എന്ന് പറയുന്ന GDP മൈനസ് സ്ഥിര മൂലധന ഉപഭോഗം. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ശരിയായത്. ഐക്യ കേരള പ്രസ്താവനയുമായിട്ട് ശരിയായത്. 1947 ഐക്യ കേരള കോൺഫറൻസ് കേളപ്പൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ വെച്ച് നടന്നു, ശരിയാണ്. അപ്പോൾ 1947 ഏപ്രിലിൽ ഐക്യ കേരള കോൺഫറൻസ് ആരുടെ നേതൃത്വത്തിലാണ്? കേളപ്പൻ്റെ നേതൃത്വത്തിൽ. എവിടെ വെച്ചാണ്? തൃശ്ശൂരിൽ വെച്ചാണ് നടന്നത്. വർഷം 1947. കേളപ്പൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ വെച്ചു. ഇനി 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു, ശരിയാണ്. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടന്നത് എന്നാന്ന് ചോദിച്ചാൽ 1949 ജൂലൈ 1. ഇനി കേരള സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട വിഭിന്ന അഭിപ്രായത്തോട് തുടർന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നും തിരുക്കൊച്ചി പ്രദേശ് കമ്മിറ്റി എന്നും രണ്ടായിട്ട് വിഭജിച്ചു, അതും ശരിയാണ്.
അപ്പോൾ കേരള സംസ്ഥാന രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭിപ്രായം വന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രണ്ടായിട്ട് അവർ വിഭജിച്ചു. എന്താണ്? മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നും തിരുക്കൊച്ചി പ്രദേശ് കമ്മിറ്റി എന്നും രണ്ടായിട്ട് വിഭജിച്ചു. ശരിയാണ് കേട്ടോ. മലബാർ കോൺഗ്രസ് കമ്മിറ്റി എന്നും തിരുക്കൊച്ചി പ്രദേശ് കമ്മിറ്റി എന്നും രണ്ടായിട്ട് അവർ കേരള പ്രദേശ് കോൺഗ്രസിനെ രണ്ടായിട്ട് വിഭജിച്ചു. സൗത്ത് കാനറ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ് കേരളത്തോട് കൂട്ടിച്ചേർത്തു. ശരിയാണ്. സൗത്ത് കാനറ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, അന്ന് സൗത്ത് കാനറ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിരുന്നു കാസർഗോഡ്, അതെന്ത് ചെയ്ത് കേരളവുമായിട്ട് കൂട്ടിച്ചേർത്തു. ഇതിത്ര ഐക്യ കേരള പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. ഈ പ്രസ്താവനകളെല്ലാം നോട്ട് ചെയ്യുക. അപ്പോൾ ഐക്യ കേരള കോൺഫറൻസ് 1947 കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂരാണ് നടന്നത്. തിരുക്കൊച്ചി സംയോജനം നടന്നത് 1949 ജൂലൈ 1-നാണ്. പിന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ അഭിപ്രായ ഭിന്നത മൂലം മലബാർ പ്രദേശ് കമ്മിറ്റി എന്നും തിരുക്കൊച്ചി പ്രദേശ് കമ്മിറ്റി എന്നും രണ്ടായിട്ട് വിഭജിച്ചു. സൗത്ത് കാനറ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ് കേരളത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇത്രയും ക്ലിയറാണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ഏതെന്നാണ്. സവർണരെ വെല്ലുവിളിച്ചുകൊണ്ട് വില്ലുവണ്ടി യാത്ര നടത്തി. ശരിയാണ്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. ശരിയാണ്. 1917 പന്തിഭോജന സമരം നടത്തി. ആണോ? തെറ്റ്. അധസ്ഥിത വിഭാഗത്തിനായി വെങ്ങാനൂരിൽ പ്രൈമറി സ്കൂൾ ആരംഭിച്ചു. അതും ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ ഓർത്തു വെക്കേണ്ടത്: വില്ലുവണ്ടി സമരം നടത്തിയതാരാണ്? അയ്യങ്കാളി. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയതാരാണ്? അയ്യങ്കാളി. വെങ്ങാനൂരിൽ പ്രൈമറി സ്കൂൾ ആരംഭിച്ചതാരാണ്? അതും അയ്യങ്കാളി. ക്ലിയർ ആണേ അയ്യങ്കാളിയെ പറ്റിയുള്ള പോയിന്റുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഴശ്ശി കലാപവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. പഴശ്ശി കലാപം. ശരിയായ പ്രസ്താവനമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഒന്നാം പഴശ്ശി കലാപം 1795 1799 വരെയായിരുന്നു. തെറ്റ്. നമുക്കറിയാം ഒന്നാം പഴശ്ശി കലാപം 1795 ആണോ? അല്ല, 1705. ഒന്നാം പഴശ്ശി കലാപം 1795 മുതൽ 1799 വരെ ആയിരുന്നു എന്നുള്ള പ്രസ്താവന എന്താണ്? തെറ്റായ പ്രസ്താവന ആണ്. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചത് ആരാ? ചിറയ്ക്കൽ രാജാവാണ്. ഒന്നാം പഴശ്ശി കലാപം തീർക്കാനായിട്ട് മധ്യസ്ഥത വഹിച്ചത് ആരാണ്? ചിറയ്ക്കൽ രാജാവാണ്. അത് ശരിയാണ് കേട്ടോ. ഒരു പുതിയൊരു പോയിൻ്റാണ്, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ചിറയ്ക്കൽ രാജാവാണ് ഒന്നാം പഴശ്ശി കലാപം അവസാനിക്കാനായിട്ട് മധ്യസ്ഥത വഹിച്ചത്. വയനാട് പിടിച്ചെടുക്കാനാണ് ബ്രിട്ടീഷുകാരുടെ ശ്രമമാണ് രണ്ടാം പഴശ്ശി കലാപത്തിന് കാരണം. ശരിയാണ്. രണ്ടാം പഴശ്ശി കലാപത്തിന് കാരണമായിട്ട് വന്നത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്ത്? വയനാട് പിടിച്ചെടുക്കാനായിട്ടൊരു ശ്രമം നടത്തി. അതിൻ്റെ ഫലമായിട്ടാണ് രണ്ടാം പഴശ്ശി കലാപം നടന്നത്. ഇനി ഇംഗ്ലീഷ് ജനറൽ ആർത്രർ വെല്ലസ്ലിയാണ് പഴശ്ശി കലാപം അടിച്ചമർത്താൻ നേതൃത്വം നൽകിയത്. ശരിയാണല്ലോ. ഇംഗ്ലീഷ് ജനറലായ ആർത്രർ വെല്ലസ്ലിയാണ് പഴശ്ശി കലാപം അടിച്ചമർത്താൻ നേതൃത്വം നൽകിയത്. അപ്പോൾ ഇത്രയും പോയിൻ്റാണ് കേട്ടോ. 2, 3, 4 എന്നുള്ള പോയിൻ്റാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നാം പഴശ്ശി കലാപം നടന്ന വർഷം എന്നാണ് നമുക്ക് പറഞ്ഞില്ലല്ലോ ഞാൻ. അത് 1793-97 കാലഘട്ടമാണ് കേട്ടോ. 90 ഇവിടെ 95, 99 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. 93, 97. രണ്ടാമത്തെയോ 1800, 805 കേട്ടോ. ഓർത്ത് വെക്കണം. അത് 793, 97, 1800, 805 ആണ് കേട്ടോ.
അപ്പോൾ ഇത്രയും പോയിൻ്റാണ് പഴശ്ശി കലാപത്തെ പറ്റി. അപ്പോൾ പഴശ്ശി മധ്യസ്ഥ വഹിച്ചത് ചിറക്കൽ രാജാവ്. രണ്ടാമത് പഴശ്ശി യുദ്ധത്തിന് കാരണം വയനാട് പിടിച്ചെടുക്കുന്നതായിരുന്നു. ജനറൽ ആദർ വെല്ലസിയാണ് പഴശ്ശി കലാപം അടിച്ചമർത്താനായിട്ട് നേതൃത്വം നൽകിയത്. നെക്സ്റ്റ് പോയിൻ്റ് നമുക്ക് നോക്കാം. ചേരുംപടിയാണേ. മഹാത്മാഗാന്ധിയുടെയാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ബാലഗംഗാധര തിലകിൻ്റെ ഏതാണ്? ബാലഗംഗാധര തിലകിൻ്റെയാണ് കേസരി ഉണ്ട്, മറാത്ത ഉണ്ട് കേട്ടോ. മറാത്ത കേസരി എന്നൊക്കെ പറയുന്നത് ബാലഗംഗാധര തിലകിൻ്റെയാണ് കേട്ടോ. ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ് ഏത്? നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ. ആനി ബസന്റിൻ്റെയാണ് ന്യൂ ഇന്ത്യ. അപ്പം 1, 3, 2, 4, 3, 2, 4, 1. അപ്പോൾ സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണേ? ഇനി 1773 റെഗുലേറ്റിംഗ് ആക്റ്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ബംഗാൾ ഗവർണറെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി ഉയർത്തി. ശരിയാണല്ലോ. 1773 റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ അനുസരിച്ചാണ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് ഉയർത്തിയത്. കൽക്കട്ടയിൽ ഒരു സുപ്രീം കോടതി സ്ഥാപിച്ചു. അതും റെഗുലേറ്റിംഗ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വേണ്ടി ഭരണം നടത്താൻ ഒരു ബോർഡ് ഓഫ് കൺട്രോൾ രൂപീകരിച്ചു. ഗവർണർ ജനറലിൻ്റെയും ഗവർണർമാരുടെയും കൗൺസിലുകളുടെ അംഗത്വം 3ആയി മുറിച്ചു. അപ്പോൾ ഇത് രണ്ടും റെഗുലേറ്റിംഗ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളല്ല. സോ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 3ഉം 4ഉം ആണ് കേട്ടോ. നെക്സ്റ്റ് പോയിൻ്റാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ട ഒരു ഗോവ ആക്രമിച്ച് കീഴടക്കിയ പോർച്ചുഗീസ് ഗവർണർ ആരാണ്? അൽഫോൺസോ ഡി അൽബുക്കർക്കാണ് ഗോവയെ കീഴടക്കിയ പോർച്ചുഗീസ് ഗവർണർ. നെക്സ്റ്റ് സോഷ്യൽ കോൺട്രാക്റ്റ് സിദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി. സോഷ്യൽ കോൺട്രാക്റ്റ് ആരുടെയാണ്? സോഷ്യൽ കോൺട്രാക്റ്റ് സാധാരണ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇപ്പം ഞാൻ പറയുന്നില്ല. അവർ PSC തന്ന ആൻസർക്ക് ഒരു കൺഫ്യൂഷനുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ അതും ആ ഒരു പോയിൻറ്റും കൂടെ പറയാം കേട്ടോ. 1789 ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചു. ഫ്രഞ്ച് സമൂഹം 3 എസ്റ്റേറ്റുകളായിട്ട് വിഭജിച്ചിരുന്നു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട പോയിൻറ്റുകളാണ്. വാദമുണ്ട്, പ്രസ്താവനയുണ്ട്. അപ്പോൾ അത് തന്നിരിക്കുന്ന പോയിൻറ്റുകൾ നോക്കിയിട്ട് വാദവും പ്രസ്താവനയും നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചത് 1789. അപ്പോൾ എ ശരിയാണ്. ഫ്രഞ്ച് സമൂഹം 3 എസ്റ്റേറ്റുകളായി വിഭജിക്കുന്നു. അപ്പോൾ 6ഉം ശരിയാണല്ലോ. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. പക്ഷെ RAയുടെ ശരിയായ വിശദീകരണമാണോ? അല്ല. അപ്പോൾ സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സുകളാണ് നമുക്ക് പ്രധാനപ്പെട്ട മറ്റ് പരീക്ഷകളിൽ നിന്ന് ഡിഗ്രി, +2, 10th ലെവൽ ഈ 3 ലെവലിലുള്ള പരീക്ഷകൾക്കും ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഏവർക്കും പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ അതുപോലെ തന്നെ 10th പ്രിലിംസുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഞാൻ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ എൻ്റെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.